പങ്ങാരപ്പിള്ളിയുടെ മനമറിഞ്ഞ വസ്ത്രശാല MNR കളക്ഷൻസ്. നാട്ടിൻപുറത്തെ ഹൃദയമിടിപ്പറിഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് MNR കളക്ഷൻസ്. ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി MNR കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നവരാത്രി ആഘോഷങ്ങൾക്ക് തിരശ്ശീല ഉയർന്നു. ഇനി കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ കലാസന്ധ്യകളുടെ നാളുകൾ. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവില്ലാമല കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒക്ടോബർ 1 മുതൽ 10 തീയതി വരെയാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം നടക്കുന്നത്. ബ്രഹ്മശ്രീ ഭാഗവതോത്തമൻ ആലപ്പാട്ട് രാമചന്ദ്രനാണ് മുഖ്യ യജ്ഞാചാര്യൻ. നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്ന ഒക്ടോബർ 1 വൈകിട്ട് ആചാര്യവരണം നടന്നു. തുടർന്ന് യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ചു. കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ശാന്തി ശശികുമാർ മരുതേരി മന ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രവചനവും നടന്നു. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും സഹസ്രനാമം, ഭാഗവത വന്ദനം, പാരായണം, പ്രഭാഷണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. കൊച്ചു പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ഓഡിറ്റോറിയത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നവകലാപ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനായി ഒക്ടോബർ 1 മുതൽ 13 വരെ വിവിധ മത്സരങ്ങളോടുകൂടിയ കലാപരിപാടികളും കലാസന്ധ്യയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കലാപരിപാടികൾക്കും തുടക്കമായി. ഗാന്ധി സേവാ സദനത്തിലെ സദനം ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ആദ്യ ദിനത്തിൽ നടന്നു. അഷ്ടലക്ഷ്മികളെ ആരാധിച്ചുകൊണ്ടുള്ളതായിരിക്കും സമൂഹാർച്ചനകൾ. ആ സമൂഹാർച്ചനകളിലുണ്ട്. അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാന. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുമാരികൾക്ക് വേണ്ടിയിട്ട്, പിന്നീട് 2 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കല്ല, 2 വയസ്സ് പൂർത്തിയാകണം, 10 വയസ്സ് കഴിയുക. അങ്ങനെയുള്ള പെൺകുട്ടികളാണ് കുമാരി പൂജയ്ക്ക്. വിദ്യാർത്ഥികൾക്ക് ഏതോ ആകാം, ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ വേണമെന്നുള്ളതാണ് നല്ലത്. പിന്നീട് സർവൈശ്വര്യ പൂജയ്ക്ക് വീട്ടമ്മമാക്കാം. അതാണ് അഷ്ടൈശ്വര്യ പൂജ. അപ്പോൾ അഷ്ടൈശ്വര്യ പൂജയ്ക്ക് നേരെ എല്ലാവർക്കും എത്തിച്ചേരാനായിട്ട് സാധിക്കണം. അതിന് വലിയതായിരുന്ന ദിവസം സമയം, അതും മുകളിലത്തെ നമ്മുടെ കലാപരിപാടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റിയതായിരിക്കുന്ന സമയമാണ്. അപ്പോൾ 5 മണിക്ക് തുടങ്ങിയാൽ 6 മണിക്ക് നിർത്തി 6:15 കഴിയുമ്പോഴേക്കും ദീപാരാധനയ്ക്ക് തീരാൻ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രധാന കാര്യങ്ങളാണ് കുട്ടികൾക്ക്, അതേപോലെ കുമാരിമാർക്ക്, വീട്ടമ്മമാർക്ക് ഉള്ളതായിരിക്കുന്ന ആ 3 പൂജകൾ ഉൾപ്പെടെ ദേവീ ഭാഗവതത്തിൻ്റെ കഥകളും ദൈവീ തത്വങ്ങളും മനസ്സിലാക്കുക. അത് ആണ് ഇതിലെ പ്രധാന കാര്യം. അപ്പോൾ ഒരു യജ്ഞം എന്ന് പറയുമ്പോൾ, യജ്ഞം എന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവ് എഫർട്ടാണ്. അതൊരു കൂട്ടായ്മയാണ്. ഒരാളുടെ മാത്രമോ ഒരു കമ്മിറ്റിയുടെ മാത്രമല്ല, അതൊരു നാടിൻ്റെ സംഭാവന. അതാണ് കളക്റ്റീവ് എഫർട്ട് എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ കളക്റ്റീവ് എഫർട്ട് എന്താണുള്ളത്? നമ്മൾ സമർപ്പണം ചെയ്യണം. അപ്പോൾ അതിൽ നേരെ ആഹാരത്തിൻ്റെ അന്നദാന സമർപ്പണമാകാം. അതേപോലെ പൂജയ്ക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കാം. അതേപോലെ മാല. CC വിനൂസ്, തിരുവില്ലാമല.